28-ാം തീയതി രാത്രി 1 മണിക്കാണ് ഈ പ്രദേശത്തെ ആകെ നടുക്കിയ ആദ്യത്തെ ഉരുൾപൊട്ടലുണ്ടാകുന്നത്. ഇതാണ് പ്രധാനമായിട്ട് ഉരുൾപൊട്ടിയ സ്ഥലം. ഞാനിപ്പം നിൽക്കുന്ന ഈ സമയത്ത് പോലും ഏത് സമയത്തും ഉരുൾപൊട്ടാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണിത്. എൻ്റെ വീട്ടിൽ അന്ന് 7 അംഗങ്ങളുണ്ടായിരുന്നു, ചാച്ചനും അമ്മയടക്കം ഞങ്ങളെല്ലാവരും. അപ്പോൾ 7 പേരിൽ ഞങ്ങളുടെ വീട് പൂർണ്ണമായിട്ട് നശിച്ചു. ഒരു 12 വീടുകൾ പോയി, 4 വീട്ടുകാർ മരിച്ചു. അതേ തുടർന്ന് ഇപ്പം 5 വർഷം, ഈ ഓഗസ്റ്റ് 8 ആകുമ്പോഴത്തേക്കും 5 വർഷമാകും. ഇവിടുന്ന് വിടുമ്പോൾ ഞങ്ങൾ എവിടെ പോകും, ഞങ്ങൾക്ക് ആരുണ്ട് എന്നൊരു ഫീലിങ്ങിലാണ് എല്ലാവരും ഇരിക്കുന്നത്. പക്ഷേ എനിക്ക് വിഷമകരമായൊരു കാര്യം, അവിടെ സന്ദർശകരെന്ന് പറഞ്ഞ് കടന്നു വന്ന ചിലരൊക്കെ അവിടെ ഉപേക്ഷിക്കപ്പെട്ട വീടുകളിൽ കയറി അവിടുത്തെ സാധനങ്ങൾ മോഷ്ടിക്കുന്നുണ്ടെന്ന് നമുക്കറിയാൻ കഴിഞ്ഞു. ഏത് സമയത്തും ഉരുൾപൊട്ടൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ മാത്യു മാഷ് 1.5 കിലോമീറ്റർ ദൂരത്തു നിന്ന് ഒഴുകി വന്നിട്ട് ഇവിടെ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ബോഡി കിട്ടിയത്. മാത്യു മാഷിൻ്റെ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഒരു പറ്റം ആൾക്കാർ, അതായത് 80-ൽ കൂടുതൽ ആൾക്കാർ താമസിച്ച് ആ സ്ഥലത്ത് ഇദ്ദേഹം പോയിട്ട് ഇതിന് ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് കൊടുക്കുകയും അവിടെ ആൾക്കാരെ മാറ്റുകയും ചെയ്ത്. മാത്യു മാഷും അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിട്ടുള്ളൊരു വേറൊരു മാസ്റ്ററും കൂടിയാണ്. അപ്പോൾ അതിനുശേഷം അദ്ദേഹത്തിന് വീണ്ടും വീട്ടിലേക്ക് എത്താൻ പറ്റിയില്ല. അപ്പോഴേക്കും ഈ മലവെള്ളപ്പാച്ചിൽ, ഈ ഉരുൾപൊട്ടലിലൂടെ അദ്ദേഹം ഒഴുകിപ്പോവാണ് ഉണ്ടായത്. ഈ ഒരു സ്ഥലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഏത് സമയത്തും ഇവിടെ ഉരുൾപൊട്ടാൻ സാധ്യതയുണ്ട്. നമുക്ക് കാണാം ഇതിൻ്റെ പിന്നിൽ മലകളാണ്. ആ ഏരിയയിൽ നിന്നാണ് ഉരുൾപൊട്ടിയിട്ട് ഇതിലൂടെ കടന്നു പോയത്. പിന്നിലോട്ട് നോക്കാൻ നമുക്ക് വലിയ മരങ്ങൾ പോലും കടപുഴകി വീണിട്ടിരിക്കുന്ന ഈ ഒരു ഭീകരമായ ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. വളരെ ഭാഗ്യമായിട്ടുള്ളൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ മാത്യു മാഷിൻ്റെ ഒരാളുടെ ഇടപെടൽ കൊണ്ടാണ് വലിയൊരു മരണസംഖ്യ ഇവിടെ നിന്ന് നമുക്ക് ഇല്ലാതാക്കാൻ കഴിഞ്ഞത്. കോഴിക്കോട് ജില്ലയിലെ വെലങ്ങാട് എന്ന് പറയുന്ന മലയോര മേഖലയാണ് ഇവിടുന്ന് മഞ്ഞക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ആദ്യം ഒരു ഉരുൾ പൊട്ടുകയും ആ ഉരുൾ പൊട്ടിയതിൻ്റെ പേര് മാത്യു മാഷ് അറിയുകയും മാത്യു മാഷ് വേറൊരു മാഷും കൂടെ കൂട്ടിക്കൊണ്ട് അവിടെയുള്ളവരെ എല്ലാവരും സുരക്ഷിത സ്ഥാനത്തെങ്കിലും 10-15 വീട്ടിലുള്ളവരെ മുഴുവൻ സുരക്ഷിത സ്ഥാനത്തിൽ മാറ്റുകയും എന്നിട്ട് തിരിച്ച് സാറിൻ്റെ വീട്ടിലേക്ക് വരാൻ നേരത്ത് വീണ്ടും ഒരു വലിയ ഭയങ്കരമായ ഉരുൾ വരികയും ഒരു സാറ് ഓടി രക്ഷപ്പെടുകയും എന്നിട്ടേക്ക് മാത്യു മാഷ് തൊട്ടടുത്താലുണ്ടായിരുന്നൊരു കടയിലോട്ട് കയറുകയും വീണ്ടും സാറിന് ആ റോഡ് മുറിച്ചിപ്പുറം കിടക്കാൻ പറ്റാത്ത രീതി ഭയങ്കരമായ വെള്ളം വരികയും എന്നിട്ട് കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ പോയി കയറുമാട്ട് വരികയും കയറുമാട്ട് വന്നത്തേക്കും സാറിനെ അടുത്ത ഉരുൾ വന്നിട്ട് അതിഭയങ്കരമായ ഉരുൾ വന്നിട്ട് സാറിനെ ആ കടയും അവിടെ ഉണ്ടായിരുന്ന ഗ്രോട്ടോ അവിടെ ഉണ്ടായിരുന്ന 3 മുറി പീടി അത് മൊത്തം ഒലിച്ചു പോവുകയാണ് ഉണ്ടായത്. ഇതിവിടെയൊക്കെ ഞങ്ങളുടെ കുടിവെള്ള സ്രോതസ്സായിരുന്നു. ഇവിടെ ഒരു വലിയൊരു കുളമൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം മൂടിപ്പോയി. പുഴ തന്നെ ഇവിടെ വളരെ ശക്തമായിട്ട് തിരിഞ്ഞൊഴുകിപ്പോയി. ഈ വേസ്റ്റുകളും എല്ലാം വന്ന് ഞങ്ങളുടെ പറമ്പിൽ കൂടി കിടക്കുകയാണിത്. ഇത് കൃഷിയോഗ്യമല്ലാത്തൊരവസ്ഥയായിപ്പോയി. ഈ കൃഷിഭൂമി ഇതെൻ്റെ കൃഷിഭൂമിയാണ്. ആകെ 40 സെൻറ്റ് സ്ഥലമുള്ളൂ. അതിൻ്റെ അകത്തുനിന്ന് ഇതുപോലെയുള്ള സാധനങ്ങൾ ബാക്കി വീടിൻ്റെ പുറകു വശത്തുള്ള മുഴുവൻ ഇങ്ങനെ ഒലിച്ചു പോയത്. മോട്ടോർ വരെയാണ് അവിടെ എല്ലാം കൂടെ ഒലിച്ചു പോയി. കൃഷിയെല്ലാം നശിച്ച് കിടക്കുന്ന ഇതാണ്. ഇതിൻ്റെ അകത്തിന് യാതൊരുമായിട്ട് കൃഷിയോഗ്യമായ രീതിയിൽ ഇനി തിരിച്ചെടുക്കാൻ സാധിക്കാത്തൊരവസ്ഥയാണിത്. എന്തുകൊണ്ടാണ് വയനാട്ടിനെ അപേക്ഷിച്ചിട്ട് വിലങ്ങാട് മരണസംഖ്യ ഉയരാതിരുന്നതിനുള്ള പ്രധാന കാരണം? ഇവിടെ മരണപ്പെട്ട മാത്യു മാഷ് തിങ്കളാഴ്ച രാത്രി 12 മണിക്ക് ശേഷം ആദ്യത്തെ ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും അതിൻ്റെ ശബ്ദം കേട്ടതിന് ശേഷം ഇദ്ദേഹം നേരിട്ട് തന്നെ ഇവിടെയുള്ള ജനങ്ങളെല്ലാം മാറ്റി മറ്റുള്ളവർക്ക് മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ട് മാതൃകാപരമായിട്ട് അവരെയൊക്കെ മാറ്റി വെച്ചത് കൊണ്ട് മാത്രമാണ് ഇത്രയും വലിയ ഒരു മരണസംഖ്യ ഇവിടെ ഇല്ലാതായിപ്പോയത്. അത് നമുക്ക് കുറച്ച് കൊണ്ടുവന്ന് ഈ പ്രവർത്തനത്തിനിടയിൽ തന്നെ മാഷ് സ്വന്തം ജീവൻ തന്നെ ഇവിടെ കൊടുക്കാനും കാരണമായത്. അതുകൊണ്ട് മാത്രമാണ് ഇത്രയും എല്ലാവരും സേഫായിരിക്കുന്നതും മരണസംഖ്യ കുറയാനും കാരണമായത്. ഈ ഒരു പ്രധാന സ്ഥലം എന്നുള്ളത് 1.5 കിലോമീറ്റർ ദൂരത്തു നിന്നാണ് മാഷ് ഈ ഒരു ഉരുൾപൊട്ടലിൽ അകൽപ്പെടുകയും ഈ ഒരു ഭാഗത്താണ് അദ്ദേഹത്തിൻ്റെ ബോഡി കിട്ടിയത്. ഇവിടെ കാണാൻ നമുക്ക് വലിയ മരങ്ങളൊക്കെ അടിഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഇത്രയും വലിയ മരങ്ങളൊക്കെ പൊരിഞ്ഞു പോകുക എന്ന് അതിൻ്റെ വെള്ളത്തിൻ്റെ ശക്തി നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഈ ഒരു ചെറിയ കുണ്ടിലാണ് അദ്ദേഹത്തിൻ്റെ ബോഡി കാണപ്പെട്ടത്. ഉരുൾപൊട്ടൽ ഉണ്ടായ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാനെൻ്റെ ജോസൂട്ടി ചേട്ടന് ദിജു. അപ്പോൾ ഇവിടത്തേക്ക് ഇപ്പോൾ വാഹനങ്ങളൊന്നും അങ്ങോട്ട് അധികം കടത്തി വിടുന്നില്ല. ഇവിടെയുള്ള ആൾക്കാരുടെ വാഹനങ്ങൾ മാത്രമേ വിടുന്നുള്ളൂ. നല്ല ഉയരാണ്. അപ്പോൾ ആ ഒരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഇത് ശരിക്കൊരു ഭീകര ദൃശ്യമാണ്. നമ്മളതിൻ്റെ അടുത്തേക്ക് എത്തുന്നതേ ഉള്ളൂ. ഒരു വലിയ പ്രദേശം മൊത്തം ഒലിച്ചു പോയിരിക്കുകയാണ്. ഇവിടെ ഒരു വീടുണ്ടായിരുന്നു, അത് ഒലിച്ചു പോയി. നമ്മൾ അതിൻ്റെ അടുത്തെത്തുന്നതേ ഉള്ളൂ. ചെറിയൊരു അരുവി ഒഴുകുന്ന കാണാം. ഈ ഒരു അരുവിയാണ് ഉഗ്രരൂപിയായിട്ട് എല്ലാ വീടുകളെയൊക്കെ കടപുഴക്കി ഒഴുകിപ്പോയത്. നമ്മുടെ ദൂരെ കാണുന്ന മലയില്ലേ, അവിടെ നിന്നാണ് ഉരുൾപൊട്ടൽ ആദ്യമായി സ്റ്റാർട്ട് ചെയ്തത്. അവിടെ ഉണ്ടായിരുന്ന മണ്ണും പാറക്കൂട്ടങ്ങളൊക്കെയാണ് ഉരുളായിട്ട് ഒഴുകി ഇതിലൂടെ ഇവിടെയൊക്കെ വീടുകളുണ്ടായിരുന്ന സ്ഥലങ്ങളാണ്. വലിയ പാറക്കെട്ടുകളായിട്ട് ഉരുണ്ടിട്ട് വെള്ളവും ചളിയും എല്ലാം കൂടെ നമ്മൾ കാണാം. ആ ഒരു വീടിൻ്റെ ഒരു സൈഡ് അങ്ങനെ നിലമ്പൊത്തിയിരിക്കുന്നത് അതിശക്തമായി ഒഴുകിയിട്ട് ഇവിടെയുള്ള എല്ലാം ഒഴുക്കി കൊണ്ടുപോയത്. ഇതാണ് പ്രധാനമായിട്ട് ഉരുൾപൊട്ടിയ സ്ഥലം. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സമയത്ത് പോലും ഏത് സമയത്തും ഉരുൾപൊട്ടാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണിത്. ചെറിയ കുഞ്ഞരുവിയാണ്, പക്ഷേ ഇത് മഴയത്തോടു കൂടി വലിയ രൗദ്രഭാവത്തോടു കൂടി എല്ലാ സാധനങ്ങളും, ഇവിടെ ഒരു ചെറിയ പാലം ഉണ്ടായിരുന്നു, പാലമൊക്കെ ഒഴുകിപ്പോയതാണ്. ഏകദേശം 14 വീടുകളാണ് പൂർണ്ണമായിട്ടും ഒലിച്ചു പോയിട്ടുള്ളത്. നമുക്ക് ഈ പ്രദേശവാസിയായിട്ടുള്ള പാപ്പച്ചായനോട് സംസാരിക്കാം. പറയാം. 28-ാം തീയതി രാത്രി 1 മണിക്കാണ് ഈ പ്രദേശത്തെ ആകെ നടുക്കിയ ആദ്യത്തെ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്. അതായത് 28 കഴിഞ്ഞ് 29 രാത്രി നേരം പുലർച്ചയ്ക്ക്. അത് 1 മണിക്കൂറിന് ശേഷമാണ് ഈ കാണുന്ന പ്രദേശത്തെയൊക്കെ ഉരുൾ മൂടിയത്. അതുകൊണ്ട് തന്നെ 14ഓളം കുടുംബങ്ങൾ പൂർണ്ണമായി ഈ ഉരുൾപൊട്ടലിൽ പൂർണ്ണമായി അവരുടെ വീടുകളും കൃഷിസ്ഥലങ്ങളും എല്ലാം നശിച്ചുപോയി. പക്ഷേ എന്നാലും ഈ 1 മണിക്കൂർ ഗ്യാപ്പ് കിട്ടിയതുകൊണ്ട് തന്നെ മുഴുവൻ ആൾക്കാരെയും മാറ്റാൻ, സുരക്ഷിതമായ വീടുകളിലേക്ക് മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അല്ലെങ്കിൽ വയനാട്ടിലെ പോലെ തന്നെ ഒരു അപകടം ഇവിടെയും ഉണ്ടാകുമായിരുന്നു. കോടിക്കണക്കിന് രൂപയുടെ കൃഷിസ്ഥലങ്ങളും മുഴുവൻ 14 വീടുകൾ പൂർണ്ണമായി പോയപ്പോൾ ഒരു 35ലേറെ വീടുകൾ ഭാഗികമായി ഇനി ഒരിക്കലും താമസിക്കാൻ പറ്റാത്ത വിധം ദുരിതപൂർണമായ ജീവിതമാണ് ഇവിടെ ഈ പ്രദേശത്ത്. അടിച്ചിപ്പാറ, പാനവും, വലിയ പാനവും, പാലൂര്, കുറ്റല്ലൂര്, മാടാഞ്ചേരി, വിലങ്ങാട്, അങ്ങാടി. എന്നിരുന്നാൽ ഇവിടെ എല്ലാ മന്ത്രിമാരുൾപ്പെടെയുള്ള പലരും ഇവിടെ വന്ന് വിലങ്ങാടിന് വേണ്ടി പ്രത്യേകമായ ഒരു പാക്കേജ് പ്രഖ്യാപിച്ച് ഈ പ്രദേശത്തെ പുനരധിവസിപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഈ വലിയ ഉരുളൻ കല്ലൊക്കെ പാറപ്പുറത്തുനിന്ന് ഒഴുകി വന്നതാണ്. പറഞ്ഞാൽ നമുക്ക് വിശ്വാസം വരില്ല. ഇവിടുന്ന് കാണുമ്പോൾ അത്രയ്ക്ക് ഭീകരമാണ്. ഒരാൾ മാത്രമേ മരിച്ചു എന്നുള്ളത് വലിയൊരു ആശ്വാസമാണ്. കാരണം ഇതിൻ്റെ കണ്ടില്ലേ, അവിടെയൊക്കെ വലിയ ഗർത്തങ്ങളായിപ്പോയി. പ്രതിസന്ധികൾ എന്തായാലും ഞങ്ങൾ കൂടെ ഉണ്ടെന്നുള്ളതാണ് ചുവപ്പിൻ്റെ മക്കളായ AIYF-ന്റെ ചുണക്കുട്ടികൾ ഇവിടെ ഉണ്ട്. എല്ലാവരുടെയും കയ്യിൽ ക്ലീൻ ചെയ്യാനുള്ള ഉപകരണങ്ങളൊക്കെയാണ്. വലിയ സന്തോഷമാണ്. പ്രതിസന്ധികളിൽ തളരാത്ത ഈ യുവത്തിൻ്റെ ആവേശം തന്നെയാണിത്. കാരണം എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട്, ജാതി മത ഭേദമന്യേ എല്ലാവരും കൂടെയുണ്ട്, കൂടെ ചേർത്തുകൊണ്ട് ഈ ഒരു പ്രവൃത്തി നമ്മൾ സന്തോഷിപ്പിക്കുന്നതാണ്. എന്താ പറയാനുള്ളത് നിങ്ങൾക്ക്? കഴിഞ്ഞ 2-3 ഈ ഉരുൾപൊട്ടലിന് ശേഷം 3-4 ദിവസങ്ങളിലായി ഞങ്ങൾ യൂത്തിൻ്റെ നേതൃത്വത്തിലൂടെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ സംഘടനകളും, ക്ലബ്ബുകളും, അതുപോലെ തന്നെ എല്ലാ യൂത്തിൻ്റെ സംഘടനകളും ഇവിടെ പ്രവർത്തനത്തിലുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ വരുന്ന വഴിക്ക് നിരവധി യൂത്ത് സംഘടനകളുടെ ഒരു നല്ല പ്രവർത്തനങ്ങൾ കാണാൻ കഴിഞ്ഞു. ഈ ഒരു ഘട്ടങ്ങളിലും നമുക്ക് സന്തോഷിക്കാനുള്ളൊരു വകയാണ്. താങ്ക് യു ആൾ. ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ പോസ്റ്റുകളും കടപുഴകി പോയിട്ടുണ്ട്. അപ്പോൾ ഉദ്യോഗസ്ഥന്മാരൊക്കെ നല്ല രീതിയിൽ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. വളരെ ഹാർഡ് വർക്കാണ്. KSEBയുടെ ഓവർസിയറാണ്. നമുക്ക് അദ്ദേഹത്തോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. സാർ, എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു ഉരുൾപൊട്ടൽ? എങ്ങനെയാണ് നിങ്ങൾ ഫേസ് ചെയ്യുന്നത്? ആദ്യഘട്ടത്തിൽ ഈ ഓഫീസിലുള്ള ആളുകൾ ഒരു ദുരന്തമെന്നുള്ള നിലയ്ക്ക് അല്പമൊന്ന് പകച്ചിരുന്നെങ്കിലും പിന്നീട് ഉണർന്ന് പ്രവർത്തിക്കുന്ന രീതിയാണ് ഉണ്ടായിട്ടുള്ളത്. തൊട്ടടുത്ത ദിവസം തന്നെ, അന്ന് ഈ അപകടം നടക്കുന്ന സമയത്ത് ലൈനുകളെല്ലാം തന്നെ ഓഫ് ചെയ്ത്
ഭദ്രമാക്കി വെച്ചു. അതിനുശേഷം പിറ്റേ ദിവസം മുതൽ ഈ സർക്കിളിലുള്ള ഓഫീസർമാർ, കരാർ തൊഴിലാളികൾ, സ്ഥിരം ജീവനക്കാർ കൃത്യമായ ഇടപെടൽ നടത്തി ആ പ്രവർത്തനം പൂർത്തീകരണത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ ഏതാണ്ട് ഒരു 80ഓളം വീടുകൾക്ക് വൈദ്യുതി എത്താത്ത പ്രശ്നമാണിപ്പോൾ ഉള്ളത്. അത് നാളത്തെയും മറ്റന്നാളത്തെയും കൂടിയുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി തീരുമെന്നുള്ളതിനെയാണ് അല്പം മുമ്പ് ഞങ്ങളെ കോർഡിനേറ്റ് ചെയ്യുന്ന AXC ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഈ ഓഫീസിലെ ജീവനക്കാർക്ക് പുറമെ വടകര സർക്കിളിന് കീഴിലുള്ള വിവിധ ടീമുകൾ വിവിധ ദിവസങ്ങളായി ഇവിടെ വന്നിട്ടുണ്ട്. മാത്രമല്ല കരാർ തൊഴിലാളികളുടെ ഏതാണ്ട് 4ഓളം ടീമുകൾ, ഈ ഓഫീസിലുള്ള കരാർ തൊഴിലാളികൾ, തൊട്ടടുത്തുള്ള കരാർ തൊഴിലാളികൾ, അവരൊക്കെ തന്നെ അശ്രാന്ത പരിശ്രമത്തിലൂടെയാണ് ഈ കെടുതിയെ നേരിടാനുള്ള ശ്രമം നടത്തുന്നത്. ഇത് ജോണിച്ചേട്ടൻ്റെ വീടാണ്, അദ്ദേഹത്തിൻ്റെ ഫാമിലിയാണ്. ഇവിടെ നിന്നാണ് ഇവിടെ വിലങ്ങാടുള്ള സന്നദ്ധ പ്രവർത്തകർക്കെല്ലാം ഇന്ന് ഫ്രീ ആയിട്ട് ഭക്ഷണമാണ്. കാരണം അത്രയും ആൾക്കാരുണ്ട്, അവർക്കെല്ലാവർക്കും ഭക്ഷണം കൊടുക്കുവാണ്. ഇന്ന് ഞങ്ങൾക്കും കൂടി ഭക്ഷണം ഇവിടെ നിന്നാണ്. അപ്പോൾ ഒരു വലിയൊരു കാര്യം തന്നെ അദ്ദേഹം ചെയ്യുന്നത്. ആരുടെ നിന്നും ഒരു പൈസയോ ഒന്നുമില്ലാതെ. കാരണം 5 ദിവസമായി ഇവിടെ കറണ്ട് പോയിട്ട് വിലങ്ങാട് അങ്ങാടിയിലൊന്നും ഭക്ഷണമോ അല്ലെങ്കിൽ ഹോട്ടലുകളൊന്നും തുറന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾക്ക് വലിയൊരു മഹത്വമുണ്ട്. എല്ലാവർക്കും നല്ല രീതിയിലുള്ള ഭക്ഷണം തന്നെയാണ് കൊടുക്കുന്നത്. ഒരുപാട് സന്തോഷം തോന്നുവാണ്. അപ്പോൾ താങ്ക് യു. ഇത് അമ്പലത്തിൻ്റെ എൻട്രൻസ് ആണ്. അപ്പോൾ അമ്പലത്തിൻ്റെ എൻട്രൻസിൽ നമ്മൾ മുന്നിലൂടെ തന്നെ കയറാൻ നോക്കുവാണ്. ഇവിടെ ചതുപ്പാണ്. കാലൊക്കെ പൂണ്ടുപോയി. എന്താ ചെയ്യുക? അയ്യോ ഇതാ മുന്നോട്ട് പോകുമ്പോൾ വലിയ വിഷമമാണ്. മുന്നിൽ നേരെ താണു പോകുന്ന സ്ഥലങ്ങളാണ്. അത്രയും ചതുപ്പാണ്. ചളി വന്ന് അടിഞ്ഞിരിക്കുകയാണ്. മുന്നോട്ടൊരു തരത്തിലും പോകാൻ പറ്റുന്നില്ല. അമ്പലത്തിൻ്റെ മുന്നിലോട്ട് പോകാൻ പറ്റുന്നില്ല. താണു പോവാണ്. ഞാൻ ഒന്ന് ഇളകുമ്പോൾ താണു പോവാണ്. ഒരു രക്ഷയില്ല. ഇനി എന്താ ചെയ്യുക? ഒരാൾക്ക് പോലും അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല. മുന്നോട്ട് പോകുന്നത് മരണത്തിലേക്കായിരിക്കും. കാരണം അത്രയും ചളി അവിടെ വന്ന് അടിഞ്ഞിരിക്കുകയാണ്. മുന്നിലൂടെ അമ്പലത്തിലേക്ക് പോവുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള സംഭവമാണ്. നമ്മൾ അവിടുന്ന് ശരിക്ക് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി. ഇനി കഴുകണം. അത് അടുത്തുള്ള ആ ഉരുൾപൊട്ടിയ സ്ഥലത്തുള്ള ആ ഒരു പുഴയിലേക്ക് തന്നെ പോയിട്ട് കഴുകാം. ഇപ്പോഴും നല്ല ഒഴുക്കാണ്. പക്ഷേ മഴയില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് അവിടെയൊക്കെ നിൽക്കാൻ പറ്റുന്നുണ്ട്. മഴയുള്ള സമയത്താണെങ്കിൽ വലിയ രീതിയിലുള്ള ഒഴുക്കായിരിക്കും അവിടെ ഉണ്ടാവുക. ഏതായാലും അത് വൃത്തിയാക്കുവാണ്. അമ്പലത്തിൻ്റെ മുൻവശത്തോടുള്ള കയറൽ അസാധ്യമായതിനെ തുടർന്ന് നമ്മൾ പിൻഭാഗത്തോടുന്ന് കയറുവാണ്. ഇവിടെ മുഴുവൻ ചളി അടിച്ച് കിടക്കുകയാണ്. നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. യൂത്ത് കോൺഗ്രസിൻ്റെ യുവാക്കളാണ് ഇത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട സംഭവം, ഇതിൽ നിരവധി മുസ്ലിം യുവാക്കൾ കൂടെ ഉണ്ട്. അപ്പോൾ മതസൗഹാർദ്ദത്തിൻ്റെ കൂടി ഒരു നല്ല കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഒരുപാട് ചളിയാണ് അടിഞ്ഞു കിടക്കുന്നത്. ഞങ്ങൾ വിലങ്ങാടുകാർക്ക് 2019 വലിയൊരു പ്രളയത്തെ അതിജീവിച്ച ഒരാളാണ് ഞാൻ. എൻ്റെ വീട്ടിൽ അന്ന് 7 അംഗങ്ങളുണ്ടായിരുന്നു, ചാച്ചനും അമ്മയടക്കം ഞങ്ങളെല്ലാവരും. അപ്പോൾ 7 പേരിൽ ഞങ്ങളുടെ വീട് പൂർണ്ണമായിട്ട് നശിച്ചു. ഒരു 12 വീടുകൾ പോയി, 4 വീട്ടുകാർ മരിച്ചു. അതേ തുടർന്ന് ഇപ്പം 5 വർഷം, ഈ ഓഗസ്റ്റ് 8 ആകുമ്പോഴത്തേക്കും 5 വർഷമാകും. 5 വർഷം പൂർത്തിയാകുമ്പോഴത്തേ അടുത്ത ഒരു പ്രളയം, ഇതുപോലെ ഒരു ഉരുൾപൊട്ടൽ ഞങ്ങൾ നേരിടുകയാണ്. അപ്പോൾ ഇതിൽ ആൾനാശം അധികം ഇല്ലെങ്കിലും, അതായത് ഞങ്ങളുടെ നാട്ടുകാർ നന്നായിട്ട് പ്രവർത്തിച്ചുകൊണ്ട്, ആദ്യം തന്നെ ഒരു സൂചന ലഭിച്ച് പ്രവർത്തിച്ചതുകൊണ്ട്
നമ്മൾ ഒരു വലിയൊരു മരണസംഖ്യയിൽ നിന്ന് അതിലേക്ക് നമ്മൾ പോയില്ല. എങ്കിലും അന്നത്തെ ആ ഉരുൾപൊട്ടലിൻ്റെ 4 ഇരട്ടിയാണ് നമുക്ക് ഈ മരണസംഖ്യ കുറവാണെങ്കിലും മൊത്തത്തിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ വന്നിട്ടുണ്ട്. ഈ വെലങ്ങാട് എന്ന പ്രദേശം തീരെ അങ്ങ് ഒറ്റപ്പെട്ടു പോയിരിക്കുകയാണ്. വെലങ്ങാട്, മഞ്ഞക്കുന്ന്, പാലൂര് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ നമുക്കിവിടെയുണ്ട്. അതെല്ലാം ഒറ്റപ്പെട്ടു പോയിരിക്കുകയാണ്. 5 വർഷത്തും കൊണ്ട് ഞങ്ങളിങ്ങനെ വീണ്ടും പഴയൊരു ജീവിതത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു വലിയൊരു അപകടം നടന്നത്. ഈ വെലങ്ങാട്ടിലുള്ള എല്ലാവരും വളരെ നിസ്സഹായ അവസ്ഥയിലാണ്. ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥ. വീണ്ടും ഈ ഒരു പ്രകൃതി ദുരന്തങ്ങൾ പിന്തുടരുന്നത് എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഇതൊരു മലയോര മേഖലയാണ്. വളരെ കഷ്ടപ്പെട്ട് അന്നന്ന് കൂലിപ്പണിയെടുത്തും കാർഷിക വൃത്തി ചെയ്തും ഒക്കെ ജീവിക്കുന്നവരാണ് ഇവിടെ ഉള്ളവരെല്ലാവരും. അപ്പോൾ വളരെയധികം ദയനീയാവസ്ഥയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും. ഇനി എന്തെന്നുള്ളൊരു ചോദ്യചിഹ്നം. വിലങ്ങാട് ദുരന്തഭൂമിയിൽ വെച്ച് നമ്മൾ കണ്ട സിസ്റ്റർ നവ്യ ഇന്ന് നമ്മുടെ കൂടെയുണ്ട്. എന്താണ് നവ്യ സിസ്റ്റർക്ക് വിലങ്ങാട് ഉരുൾപൊട്ടലിനെ പറ്റി പറയാനുള്ളത് നമുക്ക് കേൾക്കാം. വിലങ്ങാട് ഇപ്പോൾ നമ്മുടെ വയനാട് നടന്നതിന് 2 ദിവസത്തിന് ശേഷമാണ് ഇത് ഉണ്ടായതുകൊണ്ട് തന്നെ അവിടെ ആയിക്കൂടി ആളപായം ഒരാൾ മാത്രമാണ് മരിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ജനശ്രദ്ധ എത്തുന്നില്ലെന്ന വാർത്ത കേട്ടിട്ടാണ് ഞാൻ വരുന്നത്. ഞാൻ ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റി എന്ന് പറയുന്ന ഒരു സഭയിലെ അംഗമാണ്. ചാലക്കുടി ഡിംസ് മീഡിയ കോളേജിലെ ഒരു അസിസ്റ്റൻ്റ് പ്രൊഫസറും കൂടിയാണ്. അപ്പം മീഡിയ തലത്തിൽ നിന്ന് അധികം ന്യൂസുകളൊന്നും പോകുന്നില്ല, ആളുകളിലേക്ക് എത്തുന്നില്ല എന്നതുകൊണ്ടും മീഡിയയുടെ ഒരു ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടും കുറച്ചും കൂടെ തീക്ഷ്ണത ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഞാൻ ഇവിടെ ക്യാമ്പിലെത്തുന്നത്. അപ്പോൾ ഇവിടെ 5 or 6 ക്യാമ്പ് ഇവിടെ സെറ്റിലാണെങ്കിൽ തന്നെയും പല ക്യാമ്പുകളും ഇപ്പോഴും ഭീതിയിൽ തന്നെയാണ്, ആ ഏരിയയിൽ തന്നെയാണ്. ഇനി ആ ഏരിയ വിലങ്ങാട് എന്ന് പറയുന്ന ഏരിയ ഇനി വാസയോജ്യമല്ല. ഇവിടെ ക്യാമ്പുകളിൽ ആരും ഉറങ്ങുന്നില്ല എന്നാണ് ആദ്യമേ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടായിട്ടാണ് വന്നത്. കേരള കൗൺസിലേഴ്സ് ട്രേഡ് യൂണിയനിലെ മെമ്പർ ആയതുകൊണ്ട് തന്നെ RDO അങ്ങോട്ട് പ്രവേശിക്കാൻ അനുവാദം തന്നു. അവരോടൊപ്പം തന്നെ 4 ദിവസം എനിക്ക് തങ്ങാൻ സാധിച്ചു എന്ന് തന്നെ വലിയ കാര്യം. കാരണം അവർക്ക് ഇമോഷണലി നല്ലൊരു സപ്പോർട്ട് കിട്ടുന്ന സമയമാണ്. ഇപ്പോൾ അവിടെ ഉള്ളവരെന്ന് പറയുന്നത് ഇവർ ഒരുപാട് സംസാരിക്കുന്നുണ്ട്, സന്തോഷമാണ്. അപ്പോൾ പലരും എന്നോട് ചോദിച്ചു, വന്നപ്പോൾ തന്നെ എല്ലാവരും ഒരു ആഘോഷത്തിൻ്റെ പ്രതീതിയാണല്ലോ സിസ്റ്ററെ, അപ്പോൾ എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഇപ്പോൾ സൈക്കോളജിക്കലി പറയുകയാണെങ്കിൽ അതൊരു ഹീറോയിക് മോഡാണ്. കാരണം അവരുടെ എല്ലാം നഷ്ടപ്പെട്ടെങ്കിലും സ്വന്തം ലൈഫ് തങ്ങൾ സേവ് ചെയ്തു എന്ന ഒരു ഫീലിങ്ങിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് അതിനെക്കുറിച്ചാണ് അവർ കൂടുതൽ സംസാരിക്കുന്നത്. പക്ഷെ പലപ്പോഴും ഇടയ്ക്കിടയ്ക്ക് അവർ കരയുക, ഉറങ്ങാൻ കഴിയാതെ വരിക, ഉറക്കത്തിൽ ഞെട്ടി എഴുന്നേൽക്കുക, ഇടയ്ക്ക് വീഴുക, പേടിച്ച് പനി, അങ്ങനെയുള്ള അവസ്ഥകളാണ് ഇപ്പോൾ അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ 4 ദിവസം നമ്മുടെ അവരോടൊപ്പം തന്നെ ആയിരുന്നുകൊണ്ട് പലരും നമ്മളോട് മിങ്കിൾ ചെയ്യാൻ വന്നു. അതുപോലെ തന്നെ കുറിച്യർ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട കുറച്ച് പേര് നമ്മോടൊപ്പം ഉണ്ട്. ഇപ്പോൾ പഞ്ചായത്ത് എല്ലാവിധ സഹകരണങ്ങളോട് കൂടിയാണ് ക്യാമ്പ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അവർക്ക് വളരെ വ്യക്തമായ കൃത്യതയോടെ തന്നെ എല്ലാ സാധനങ്ങളും എത്തിച്ചു കൊടുക്കുന്നുമുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവരുടെ മുമ്പിലുള്ള ഒരു ഭീതി എന്ന് പറയുന്നത് ഇതിന് ശേഷം ഇപ്പോൾ എല്ലാ ക്യാമ്പുകളും തന്നെ എല്ലാ സ്കൂളുകളിലുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മറ്റു കുട്ടികൾക്ക് ക്ലാസ്സുകൾ തുടങ്ങുന്ന സമയത്ത് എന്തായാലും ക്യാമ്പ് പെട്ടെന്ന് പിരിച്ചുവിടും. എന്നാൽ പലരുടെയും വീടുകൾ മൊത്തത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പലരുടെയും വീടുകൾ അവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ തന്നെയും ആ ഭാഗത്തേക്ക് കടക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഇനി ഇവിടുന്ന് വിടുമ്പോൾ ഞങ്ങൾ എവിടെ പോകും, ഞങ്ങൾക്ക് ആരുണ്ട് എന്നൊരു ഫീലിങ്ങിലാണ് എല്ലാവരും ഇരിക്കുന്നത്. അപ്പം അതിനെക്കുറിച്ച് കൊടുക്കുമ്പോൾ കൂടുതൽ ഭയമാണ്. ഇപ്പം നമുക്ക് അവരെ കേൾക്കാൻ മാത്രം കഴിയുന്ന ഒരവസ്ഥയാണ്. ഇനി ക്യാമ്പുകൾ പിരിച്ചുവിടുന്നതിന് തൊട്ട് മുമ്പ് വീണ്ടും അവരെ കാണാനായിട്ട് വരേണ്ടി വരും. അപ്പോഴാണ് ശരിക്കും ഒരു സൈക്കോളജിക്കൽ കൗൺസിലിംഗ് കൊടുക്കേണ്ട അവസ്ഥ വരുന്നത് തന്നെ. ആ നാടിനെ ഇപ്പം പേടിയായിട്ട് അവർ കാണുന്നത്. അപ്പോൾ ശരിക്കും അവർക്കൊരു ഇമോഷണൽ സപ്പോർട്ട് വേണ്ട സമയമാണ്. അപ്പോൾ എനിക്കത് പാതി കഴിയുന്നതും ചെയ്യാൻ സാധിച്ചതിലും ഒരു സന്തോഷമുണ്ട്. അതുപോലെ തന്നെ അവർ വീണ്ടും വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ക്യാമ്പ് തീരുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ഞാൻ ഇടയ്ക്ക് വരും, സന്ദർശിക്കും, അവർക്ക് വേണ്ട ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കും. അതിനുവേണ്ടി തന്നെയാണ് ഞാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ അവിടുത്തെ അവസ്ഥ, അവർക്ക് വേണ്ട സഹായം എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ കൂടുതലും ആ ഏരിയയിൽ പോയത്. വളരെ കണ്ടപ്പോൾ തന്നെ പിറ്റേ ദിവസം മുതൽ എൻ്റെ ഉറക്കം പോയ ഒരവസ്ഥയായിരുന്നു. കാരണം നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. അതുപോലെയാണ് വിലങ്ങാട് കിടക്കുന്നത് തന്നെ. പക്ഷേ എനിക്ക് വിഷമകരമായൊരു കാര്യം, അവിടെ സന്ദർശകരെന്ന് പറഞ്ഞ് കടന്നു വന്ന ചിലരൊക്കെ അവിടെ ഉപേക്ഷിക്കപ്പെട്ട വീടുകളിൽ കയറി അവിടുത്തെ സാധനങ്ങൾ മോഷ്ടിക്കുന്നുണ്ടെന്ന് നമുക്കറിയാൻ കഴിഞ്ഞു. അത് വളരെ മോശകരമായ കാര്യം തന്നെയാണ്. നമ്മൾ ഒരു സൈഡിൽ നിന്ന് സഹായിക്കാൻ നോക്കേണ്ട നമ്മൾ പലപ്പോഴും നമ്മളിങ്ങനെ ചെയ്യുന്നു. അപ്പോൾ ഇനിയും ഒരുപാട് പേര് ഇങ്ങനെ സ്വാർത്ഥതയില്ലാതെ സഹായിക്കാൻ വരണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി എല്ലാ സപ്പോർട്ടും എൻ്റെ ഉണ്ടാവും. അതുപോലെ തന്നെ ഈ ചാനലിൻ്റെയും നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സ്നേഹസമ്പന്നരായ വിലങ്ങാട് നിവാസികൾ
എത്രയും പെട്ടെന്ന് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ കുഞ്ഞു വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ മുഴുവൻ കണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.